ഇവിടെയാണ് ഫീഡിങ്. ഇതും ത്രെഡ് വർക്ക് തന്നെയാണ്. ത്രെഡ് വർക്കും ഇങ്ങനെ കോളർ ബൈൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി. കാഷ്വൽ ഫീൽ വരുന്ന ടോപ്സ് ആണ് ഇത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പ്രത്യേകം നമ്മൾ ചെയ്തെടുപ്പിച്ച കോട്ടൺ ആണ്. പക്ഷെ ഏറ്റവും സോഫ്റ്റ് ആയതും ഏറ്റവും കംഫർട്ടബിൾ ആയതും. ഇതിന്റെ ഡിസൈനിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഇവിടെ അകത്താണ് ഈ ഗ്യാദേഴ്സ് ഉള്ളത്. അപ്പൊ വയറ് വരുന്നതിനനുസരിച്ച് ഈ ഓവർലാപ്പ് പോർഷൻ ഇങ്ങനെ മൂവ് ചെയ്തോളും. ഇവിടെയാണ് ഒരു ഇത് വരുന്നത് അല്ലേ? അതെ അതെ. ഇനി ഫീഡിംഗ് ആണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കും. പിന്നെ വളരെ സോഫ്റ്റ് ആണ്, യൂസ് ചെയ്യാനും ശരിക്കും കംഫർട്ടബിൾ ആണ്. ചെറിയ പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആണ്. മെറ്റേണിറ്റി മാത്രം ചെയ്തിട്ടുള്ള ലിനൻ മെറ്റീരിയൽ യൂസ് ലിനൻ ഇവിടെ ഓപ്പണിംഗ് ഒന്നുമില്ല, മെറ്റേണിറ്റി മാത്രമാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് സൈസ് കൂടിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവര് ഇങ്ങനത്തെ ഓപ്റ്റ് ചെയ്യുന്നു. പ്രഗ്നൻസി പീരീഡിൽ യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ടോപ്സ്. ഇതൊരു ഓവർലാപ്പിംഗ് ഉള്ള മെറ്റേണിറ്റി മാത്രമുള്ള ടോപ്പാണ്. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ സ്ലിറ്റ് പോലെയാണ് കിടക്കുന്നത്. അപ്പൊ എത്രയാണ് വയറുള്ളത് അത്ര കറക്റ്റ് ഫിറ്റിൽ നമുക്ക് ഈ ഡ്രസ്സ് കിടന്നോളും. ലൂസിലേക്ക് വരില്ല, ടൈറ്റിലേക്കും പോവില്ല. നമുക്ക് ഇവിടെ അതിനനുസരിച്ച് ടൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അല്ലേ? സ്ലീവ്ലെസ് ടോപ്പാണ്. ഫീഡിംഗ് ഉണ്ട് രണ്ട് സൈഡില്. ഇതൊരു ട്രെൻഡി ആയിട്ടുള്ള പീസ് ആണ് അല്ലേ? അതെ അതെ. ഇതൊക്കെ എന്ത് പ്രിന്റ്സ് ആണ് വരുന്നത്? ഇതിലെല്ലാം ബ്ലോക്ക് പ്രിന്റ് ആണ്. ബ്ലോക്ക് പ്രിന്റിങ്. ഇതിന്റെ കൂടെയും ഒരു സിമ്പിൾ സ്കേർട്ട് പോകുന്നുണ്ട്. സ്കേർട്ടൊക്കെ എനിക്ക് തോന്നുന്നു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടായിരിക്കും അല്ലേ? കൂടുതലായിട്ടും മിക്സ് ആൻഡ് മാച്ച് ആണ് കൂടുതൽ പോകുന്നത്. ഇപ്പൊ സൽവാർ സെറ്റ് പോലും ഷോള് വേറൊരു കളറ്, ബോട്ടം വേറൊരു കളറ്, ടോപ്പ് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സൽവാർ സെറ്റ് പോലും പോകുന്നത്. സ്കേർട്ടും ടോപ്പും പിന്നെ പറയേണ്ട കാര്യമാണ്. കുറച്ചുകൂടെ ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഫീഡിംഗ് പില്ലോ, ബോഡി പില്ലോ, ഫീഡിംഗ് കവർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് മദറിനെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വേറെ ആലോചിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡെയിലി വെയർ ടോപ്സ് കാണിക്കാം അല്ലേ? ലോങ് ടോപ്സ് ആണ്. നമ്മൾ ഏതെങ്കിലും ബോട്ടം കോമൺ ആയിട്ട് മെറൂണോ യെല്ലോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടോപ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ബോട്ടം അവരുടെ തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ. മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം എല്ലാ ഓപ്ഷൻസും ഉള്ള ഓപ്പണിംഗ് ഉണ്ട്. മെറ്റേണിറ്റിക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ ഓപ്ഷൻസിലും തന്നെ. ഒരു ബെൽറ്റ് പോലെ വരുന്നതാണ് ഈ ബെൽറ്റ്. ഇതൊരു സ്റ്റൈലിഷ് പീസ് ആണ് അല്ലേ? ബെൽറ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ജസ്റ്റ് ഈ 4 ബട്ടണിനും കൂടെ ടൈ ചെയ്യുന്നു. ഫീഡിങ് വരുന്നത് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്താൽ ഫീഡ് ചെയ്യാം. നോർമൽ ഈ ടൈമിൽ പ്രഗ്നന്റ് ലേഡീസ് സ്ലിറ്റിലേക്ക് പോകാൻ മടിക്കും. കാരണം ഈ വയർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സ്ലിറ്റിങ് മൂവ് ചെയ്തിട്ട് ലെഗ് വിസിബിൾ ആവും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിന്റെ എമൗണ്ടും ഫ്രണ്ടിന്റെ എമൗണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ ബാക്ക് കുറച്ച് ഫ്രണ്ടിൽ കൂടുതലുണ്ടാവും. അപ്പൊ ഈ വയറും കൂടെ വന്നു കഴിഞ്ഞാലും ഈ സ്ലിറ്റിന്റെ അടുത്ത് നിന്ന് ഇത് മൂവ് ചെയ്യൂല. തീർച്ചയായും അത് ഒരുപാട് പേര് ഇട്ട് വരുന്നത് കാണാം. വന്നിട്ട് പറയും ഞങ്ങൾക്ക് സ്ലിറ്റ് ഉള്ളത് വേണ്ടാന്ന് പറയാം. കാരണം ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു, വൃത്തികേടായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും അത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു മറ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ. ഇപ്പൊ ഇവിടെ ഷോപ്പ് തുറന്നിട്ടുള്ള ഒരു പ്രധാന ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കസ്റ്റമറും ഇത് ഫിറ്റിംഗ് അല്ലാതിരുന്നിട്ടില്ല. അവർക്കൊക്കെ ഷോൾഡറും സ്ലീവും എല്ലാം കറക്റ്റ് ആണ്. 9 months വന്നാലും അവർക്ക് ഫിറ്റിങ്ങിന് ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നടത്തിയ മാർക്കറ്റ് സ്റ്റഡിയും ആ മെഷർമെന്റ് അതെല്ലാം ശരിക്കും എഫക്റ്റീവായി. ഇതില് ഫീഡിങ് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക്കിൽ തന്നെയാണ്. പ്രത്യേക ഒരു സിബ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ ടൈപ്പ് ഡ്രസ്സുകളാണ് ന്യൂ ബോണിന് ഓപ്റ്റ് ചെയ്യുന്നത്. ഇതും കളർ തന്നെ അട്രാക്റ്റീവ് ആണ്. 4 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ കാണിക്കുന്നതൊക്കെ സിംഗിൾ പീസ്, അതിന്റെ ഒക്കെ വേറെ കളേഴ്സ് ഉണ്ട്. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇതില് ഫീഡിങ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലൂപ്പ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് ഫീഡിങ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ടൈമിൽ അല്ലേ? ഉടനെയുള്ള പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ നമുക്ക് ഈ 2 ബട്ടന്റെ ലൂപ്പ് ലൂസ് ചെയ്താൽ ഇത്രയും ഏരിയ നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി കിട്ടും. ഇനിയിപ്പോ ഡ്രസ് അല്ലാതെ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഫീഡിംഗ് പില്ലോ, ബോഡി പില്ലോ, ഫീഡിംഗ് കവർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് മദറിനെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വേറെ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ കാണിച്ച എല്ലാ ഡ്രസ്സുകളും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പല ഓപ്ഷൻസ് തന്നെ ഇതുവരെ കാണിച്ച എല്ലാത്തിലും ഉണ്ടായിരുന്നു. വളരെയധികം നന്ദി. താങ്ക് യു.
പ്രഗ്നൻസി പീരീഡിലും ട്രെൻഡിയായി അണിയാൻ പാകത്തിനുള്ള കുറെ വസ്ത്രങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കൂടുതൽ പുതുമകളുമായി കാണാം.